back to Season with Love. ഞാൻ സുപ്രിയ അനീഷ്. ഓരോ നാട്ടിലും ഉണ്ടാവും അവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചില കറികൾ അല്ലെങ്കിൽ ചില പലഹാരങ്ങൾ. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു ഫ്രണ്ടിനെ നമ്മൾ ഫോണിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ വിശേഷങ്ങൾ ചോദിക്കുന്നതിനിടയിൽ നമ്മൾ ചോദിക്കാറുണ്ട് ഊണിന് എന്തായിരുന്നു കറിയെന്ന്. ചിലപ്പോൾ അതേ കറി തന്നെയായിരിക്കും നമ്മുടെ വീട്ടിലും, അതായത് ഒരു നാടിൻ്റെ മുഴുവൻ ഫേവറേറ്റ് ആയിട്ടുള്ള കറി. ഇത്തരത്തിൽ ഞങ്ങളുടെ നാട്ടിൽ ഒരുവിധം എല്ലാവരുടെ വീട്ടിലും ഇടയ്ക്കിടെ ഉണ്ടാക്കുന്ന വളരെ സ്വാദുള്ളൊരു ഒഴിച്ചു കറിയാണ് മുളകുചാറ്. ഈ മുളകുചാറിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വായ്ക്ക് രുചിയുള്ള ഒരു ഉഗ്രൻ കറി. നമ്മൾ പനിയൊക്കെ പിടിച്ച് നാക്കൊക്കെ മരവിച്ചിരിക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ മുളകുചാറ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇളം പച്ചമുളകാണ് മുളകുചാറിന് ഏറ്റവും നന്നായിരിക്കുക. അപ്പോൾ ഒട്ടും സമയം കളയാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മുളകൊക്കെ പറിച്ച് നമുക്ക് ഈ മുളകുചാറ് ഉണ്ടാക്കിയാലോ? ഇതിനേക്കാളും ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളക് നമ്മളുടെ മുളകുചാറ് ഉണ്ടാക്കാൻ വേറെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മളുടെ പച്ചമുളകെല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. അധികം മൂപ്പെത്തിയിട്ടില്ലാത്ത ഇളം പച്ചമുളക് ഒരു 10 എണ്ണമാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി ഇത് ഓരോന്നും എടുത്ത് കത്തി കൊണ്ട് ചെറുതായി ഒന്ന് കീറിക്കൊടുക്കുക. കത്തിയുടെ മുനി ഉപയോഗിച്ച് ആഴത്തിലുള്ളൊരു കീറലായിരിക്കണം, എന്നാൽ ഇത് 2 കഷ്ണമാകാനും പാടില്ല. മുളകിൻ്റെ എരിവ് കറിയിലേക്ക് വരാനും പിന്നെ ഈ മുളകിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചേർക്കുന്ന പുളിയും ഉപ്പെല്ലാം പിടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കീറി കൊടുക്കുന്നത്. പച്ചമുളക് മാത്രമല്ല, ഇളം കാന്താരി മുളക് ഉപയോഗിച്ചും നമ്മൾക്ക് ഈ മുളകുചാറ് ഉണ്ടാക്കാവുന്നതാണ്. ഇനി വേണ്ടത് പുളിയാണ്. ഒരു ചെറുനാരങ്ങയുടേക്കാളും കുറച്ചും കൂടെ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് കുതിർത്ത് വയ്ക്കാം. പെട്ടെന്ന് കുതിർന്ന് വരാനായിട്ട് 2 ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ ഈ പുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പുളിയാണ്. ഇപ്പോൾ പിഴിഞ്ഞെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല പുളി കിട്ടും. ഈ മുളകുചാറെന്ന് പറയുന്നത് തന്നെ പുളിയുടെയും എരിവിൻ്റെയും ഒരു ബാലൻസിങ് ആണ്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പുളിക്കനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഈ പച്ചമുളകൊന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കീറി വെച്ചിരിക്കുന്ന ആ പച്ചമുളകിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. പച്ചമുളകിൻ്റെ 2 ഭാഗവും ആ എണ്ണയിൽ ചെറുതായി ഒന്ന് ഫ്രൈ ആകുന്ന രീതിയിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് ആ എണ്ണയിൽ കുറച്ച് നേരം വെച്ചാൽ മതിയാവും. എപ്പോഴും ഇളക്കി കൊടുക്കണമെന്നില്ല. വേണമെങ്കിൽ കുറച്ച് നേരം അടച്ചു വെച്ചും നമുക്കിത് ഫ്രൈ ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മളുടെ പച്ചമുളകെല്ലാം നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ ആയിരിക്കണം നമ്മളുടെ പച്ചമുളക് എണ്ണയിൽ നിന്നെടുക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ടത്. മുളക് ഫ്രൈ ചെയ്തെടുത്ത അതേ എണ്ണയിലേക്ക് ഫ്ലെയിം നന്നായി കുറച്ചതിന് ശേഷം 1 ടീസ്പൂൺ ഉലുവ, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു 4-5 വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തതും, പിന്നെ ഇതിലേക്ക് 2 നല്ല പഴുത്ത തക്കാളി ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. തക്കാളിയുടെ കഷ്ണങ്ങളൊന്നും കാണാത്ത രീതിയിലായിരിക്കണം നമ്മൾ വഴറ്റിയെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരമാവും ഇതൊന്ന് വഴറ്റി വരാനായിട്ട്. കുറച്ചൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ സ്പൂണിൻ്റെ പിൻഭാഗം കൊണ്ട് നന്നായി ഒന്ന് പൊടിച്ചു കൊടുത്താൽ മതിയാവും. നമ്മുടെ തക്കാളിയിൽ നിന്നും എണ്ണയെല്ലാം തിരിഞ്ഞു വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. നമ്മൾ എടുക്കുന്ന പുളിയുടെ അളവിനനുസരിച്ചാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുളക് പൊടിയുടെ അളവ് കണ്ടിട്ട് ആരും ഞെട്ടൊന്നും വേണ്ട. നിങ്ങൾക്ക് അധികം എരിവ് വേണ്ടെങ്കിൽ നിങ്ങൾ പുളിയുടെ അളവും കൂടെ കുറച്ചാൽ മതിയാവും. പിന്നെ പച്ചമുളകിൻ്റെ എരിവ് അധികം കണക്കാക്കേണ്ട ആവശ്യമില്ല. അത് ഇളം മുളകായതുകൊണ്ട് അധികം എരിവ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവില്ല. പൊടിയുടെ പച്ചമണമെല്ലാം മാറിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പച്ചമുളകും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച പുളി നന്നായി അരിച്ചതിന് ശേഷം അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഈ പച്ചമുളക് ഈ പുളിവെള്ളത്തിൽ നന്നായിട്ട് വെന്ത് കുറുകി വരണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ പുളിയും എരിവും നന്നായിട്ടുള്ളതുകൊണ്ട് ഏകദേശം 2.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മുളകുചാറിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഉപ്പും മുളക് പൊടിയും പുളിയെല്ലാം വളരെ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ.
നിങ്ങൾ എടുക്കുന്ന അളവിനനുസരിച്ച് അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മുളക് ചാറിൻ്റെ റിയൽ ടേസ്റ്റ് വരാനായിട്ട് ഈ മുളക് പുളിയിൽ കുറച്ച് നേരം ഇതുപോലെ കുറുകി വരണം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം അടച്ചു വെക്കാം. അതിനുള്ളിൽ നമ്മൾക്ക് ഈ മുളക് ചാറിന് ഒരു അരവും കൂടെ ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇതേ മുളക് ചാറ് നമ്മൾക്ക് തേങ്ങ വറുത്തരയ്ക്കാതെയും ഉണ്ടാക്കാം. അങ്ങനെയാവുമ്പോൾ തേങ്ങയും 1 ടീസ്പൂൺ ജീരകവും പിന്നെ 2 അല്ലി വെളുത്തുള്ളിയും കൂടെ നന്നായി അരച്ചതിന് ശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചാറിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. തേങ്ങ വറുത്തരച്ച് ചെയ്യുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റും കൂടുതലായിരിക്കും. പിന്നെ 2-3 ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ ഇത് സൂക്ഷിച്ച് വെക്കാവുന്നതുമാണ്. ഇവിടെ നമ്മുടെ തേങ്ങയിലെ നനവൊക്കെ ചെറുതായി ഒന്ന് വലിഞ്ഞതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ വഴറ്റി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറിക്കഴിയുമ്പോൾ ഇതിൻ്റെ നടുഭാഗത്ത് ചെറിയൊരു സ്ഥലം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്തൊന്ന് ചൂടാക്കി കൊടുക്കാം. അപ്പോൾ ഉലുവ ചെറുതായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് അതും നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഫ്ലെയിമൊക്കെ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം ഈ സ്റ്റെപ്പൊക്കെ ചെയ്യാൻ. ഈ ഉലുവയും ജീരകമൊക്കെ നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഒരുപാട് ഫ്രൈ ആയി കഴിഞ്ഞാൽ കയ്പ്പ് രുചി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കൊരു 8 അല്ലി വെളുത്തുള്ളി, 5 ചുവന്നുള്ളി പിന്നെ 1 പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് വീണ്ടും വഴറ്റിയെടുക്കുക. 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ തേങ്ങയും ചുവന്നുള്ളിയെല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇത് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമ്മൾക്ക് ആദ്യം അരച്ചെടുക്കാം. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളമെടുത്ത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക. ഒരിക്കലും തേങ്ങ മുകളിൽ പൊങ്ങി നിൽക്കുന്ന രീതിയിലായിരിക്കരുത് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ മുളക് ചാറ് കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല, കഴിക്കാനും ഭംഗി ഉണ്ടാവില്ല. വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ അരവ് നേരെ മുളക് ചാറിലേക്ക് ഒഴിക്കുന്നില്ല. നമ്മൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അല്ലെങ്കിൽ എത്ര ചാറാണോ വേണ്ടത് അതിനാവശ്യമുള്ള വെള്ളം നമ്മൾ ഈ അരവിനോട് ചേർത്ത് ഒരു പാത്രത്തിലേക്ക് സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് മുളക് ചാറിലേക്ക് ഒഴിക്കുന്നത്. ഞാനിവിടെ ഈ അരവ് അരച്ചെടുക്കാനായിട്ടും പിന്നെ ഈ ജാറ് കഴുകിയ വെള്ളം എല്ലാം കൂടെ ചേർത്ത് ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഈ അരവിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. നമ്മുടെ അരവും നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളമെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോഴേക്കും നമ്മളുടെ പുളിയുടെയും മുളകിൻ്റെയും ചാറ് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരവ് ഒഴിച്ചു കൊടുക്കാം. ചേർത്ത് കൊടുത്തിരിക്കുന്ന അരവും പുളിയും മുളകും എല്ലാം നന്നായിട്ടൊന്ന് യോജിക്കുന്നതിനായിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചു കൊടുക്കാം. ഇത്രയ്ക്കും ചാറ് വേണ്ടെങ്കിൽ പച്ചടിയുടെ രൂപത്തിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ കുറുക്കിയെടുക്കാവുന്നതുമാണ്. ഇനി അവസാനമായിട്ട് ഒരു ചെറിയ കഷ്ണം വെല്ലം നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മളിത് അത്യാവശ്യത്തിന് നല്ല എരിവും നല്ല പുളിയും ചേർത്തിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഒരിത്തിരി മധുരവും കൂടി ആകുമ്പോൾ നമ്മളുടെ മുളക് ചാറിൻ്റെ ടേസ്റ്റ് വേറെ ലെവലായി മാറും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മളുടെ മുളക് ചാറ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു അടിപൊളി വറവും കൂടി ഇട്ടാൽ മുളക് ചാറ് റെഡിയായി. വറവിടുന്നതിന് മുന്നേ ഞാനിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിക്കുകയാണ്. വറവിടാനായിട്ട് ഒരു ചെറിയ കരണ്ടിയിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമ്മൾക്കിതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം ഈ പുളിങ്കറിയിലൊക്കെ ഉലുവ ചേർത്ത് വറവിടുകയാണെങ്കിൽ അതിന് വേറൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് രണ്ടും ഇട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും കൂടെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അവസാനമാണ് നമ്മൾ ഇതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമ്മളുടെ ഉണക്കമുളകിൻ്റെ കളർ മാറാതെ വേണം നമ്മൾക്ക് വറവിട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം ചൂടോടെ നമ്മളുടെ മുളക് ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വായ്ക്ക് രുചിയുള്ള ഒന്നാന്തരം മുളക് ചാറ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റു കറികളെപ്പോലെ ഒരുപാട് ചാറൊഴിച്ച് കഴിക്കുകയൊന്നും വേണ്ട. ഒരിത്തിരി കഴിച്ചാൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരുപാട് ചോറുണ്ണാനും സാധിക്കും. പിന്നെ വറുത്തരച്ചതുകൊണ്ട് 2-3 ദിവസം നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം. ഞങ്ങളുടെ നാട്ടിലെ സ്വന്തം മുളക് ചാറ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വിഭവമായി വീണ്ടും കാണാം. താങ്ക്